രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതും പരാതി ഉയരുകയും രാഹുൽ അറസ്റ്റിലാവുകയും ചെയ്തതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായി കോൺഗ്രസ്. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ എന്തുകൊണ്ട് പാർട്ടി ആവശ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നേതാക്കൾ. മാത്രമല്ല, അറസ്റ്റിന് തൊട്ടു മുൻപും രാഹുൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ആദ്യ രണ്ട് അതിജീവിതകളുടെ പരാതിയിലും പോലീസിന്റെ പിടിയിൽ നിന്നും വിദഗ്ധമായി മുങ്ങിയ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമതുയർന്ന പരാതിയിൽ കുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം DCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെ നൽകിയില്ല. രാഹുലിനെ പാർട്ടി പുറത്താക്കി, അതുകൊണ്ട് തങ്ങൾക്ക് രാജി ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്ത ഞങ്ങൾക്ക് എന്താ അയാളുടെ മേൽ പവർ കഴിഞ്ഞു ആണ് കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് ഞങ്ങളല്ലല്ലോ MLA കളയേണ്ടത്. ഞങ്ങൾ നിയമപരമായി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു നിയന്ത്രണം ഞങ്ങൾക്കില്ല. അദ്ദേഹം ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ഞാൻ ചോദിച്ചിട്ട് അത് അയാൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങളല്ല. കാരണം പുറത്തായ ആളെ കുറിച്ച് ഞങ്ങൾ എങ്ങനെ ധാർമ്മികത പറയാൻ? ഞങ്ങളുടെ ഒരു സംഘടന മര്യാദയ്ക്ക് ഇതിന് ആരോപണം വന്നപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു. ഇപ്പം അദ്ദേഹം പാർട്ടിയിലില്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹം സ്വയം അനുഭവിക്കുക, സ്വയം ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും സമാനവാദം നിരത്തുന്നുണ്ട്. എന്നാൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധിയോട് രാജിവെക്കാൻ പറയുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം കോൺഗ്രസിന് ഇല്ലേ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പാലക്കാട്ടെ വോട്ടർമാരോട് കോൺഗ്രസ് പാർട്ടിക്ക് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാഹുലിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് BJP പറഞ്ഞു. കോൺഗ്രസുകാരുടെ അറിവോട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആ മുതിർന്ന നേതാക്കൾക്കെതിരെയും പല ആരോപണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള കേൾക്കുന്നതെല്ലാം സത്യമായത് കൊണ്ടായിരിക്കാം ഇതിനെതിരെ ഈ മുതിർന്ന നേതാക്കന്മാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാത്തത്. മാത്രമല്ല, നേതാക്കൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയുമ്പോഴും അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുൻപും പാലക്കാട് നഗരസഭയിലെ UDF കൗൺസിലർ വിപിൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നതെന്നും ഒരു വശത്ത് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് മറുവശത്ത് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് കോൺഗ്രസ് തുടരുകയാണെന്നും ആക്ഷേപം ശക്തമാകുന്നുണ്ട്. ജനം, പാലക്കാട്.